യു.എയിൽ കുട്ടികൾക്ക് KG1 അഡ്മിഷൻ ലഭിക്കാനുള്ള ചുരുങ്ങിയ പ്രായം എത്രയാണ്? അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? പുതുതായി പാരൻറ്ഹുഡിലേക്ക് കടക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കുള്ള വലിയൊരു കൺസേൺ ആണത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലുള്ള മതിയായ അറിവില്ലാത്തതുകൊണ്ട് ഈ അഡ്മിഷൻ എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേഷനായി മാറാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക്, അതായത് 2026-2027 അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങളുടെ കുട്ടിയെ KG1 അഡ്മിഷനായി നോക്കുന്നു എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രോസസ് ഇപ്പോൾ ഇന്ന് ഒക്ടോബർ 1 തീയതി മുതൽ ദുബായിലെയും അബുദാബിയിലൊക്കെ പല ഇന്ത്യൻ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് CBSE ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക സ്കൂളുകളും പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ഇതാണ്. 2026 ഏപ്രിൽ 1 തീയതി 4 വയസ്സ് പൂർത്തിയാകുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ KG1 അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണെങ്കിലും ഈ ഒക്ടോബർ മുതൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, യു.എയിൽ ഇഷ്ടം പോലെ സ്കൂളുകൾ ഉണ്ടെങ്കിലും ഓരോ സ്കൂളുകളിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളെക്കാൾ 3-4 ഇരട്ടി കുട്ടികളായിരിക്കും അവിടേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും ലോട്ട് ബേസിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അഡ്മിഷൻ നൽകുന്നത്. അതുകൊണ്ട് ലേറ്റായി പോകുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷൻ മിസ്സാവാതിരിക്കാനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലവർ വിശദമായ വിവരങ്ങൾ നൽകുന്നുണ്ടാവും. ഒക്ടോബർ മുതലാണ് പൊതുവെ യു.എയിലെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ തന്നെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ചെറിയൊരു ടിപ്പ് കൂടി പറയാം. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ മാത്രമല്ല, ആ ലൊക്കാലിറ്റിയിലുള്ള അഫോർഡബിൾ ഫീസൊക്കെയുള്ള പല സ്കൂളുകൾ ഉണ്ടാവുമല്ലോ, അവിടെ എല്ലായിടത്തും നമ്മളൊന്ന് അപ്ലൈ ചെയ്തിടുക. മുൻപ് പറഞ്ഞതുപോലെ ഏതെങ്കിലും കാരണവശാൽ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഒരു വർഷം കുട്ടിക്ക് മിസ്സാവാതിരിക്കാനായി തൽക്കാലം ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കുന്ന ഒരു ഓപ്ഷനെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി ബ്രിട്ടീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പൊതുവെയുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അക്കാഡമിക് ഇയർ വരുന്ന ആ ഓഗസ്റ്റ് 31 തീയതിക്കുള്ളിൽ കുട്ടിക്ക് 4 വയസ്സ് പൂർത്തിയായാലാണ് KG1, അതായത് ബ്രിട്ടീഷ് കരിക്കുലത്തിലാവുമ്പോൾ FS2 അഡ്മിഷൻ ലഭിക്കാനുള്ള യോഗ്യത. അപ്പോൾ നിലവിൽ യു.എയിൽ താമസിക്കുന്ന അടുത്ത വർഷം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസിനും ഒപ്പം തന്നെ നെക്സ്റ്റ് ഇയർ ഫാമിലിയെ ഇവിടെ കൊണ്ടുവരണം, അപ്പോൾ ആ സമയത്ത് അഡ്മിഷൻ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു വിവരം ഒന്ന് എത്തിക്കുക.